അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് നമുക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനെ കുറിച്ചാണ് അല്ലേ? അത് നിങ്ങൾക്കറിയാമോ, ദുബായിൽ നമുക്ക് ജോബ് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്, അത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അതെങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. നമുക്ക് നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ നോർമലി ഒരു 3000 ദിർഹംസിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അതിലൂടെ പോവുകയാണ് നല്ലത്. ഇപ്പോൾ എന്നെപ്പോലെ ഞാനും ഇപ്പോൾ എടുത്തു, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരു 8 മാസം 9 മാസം എടുത്തു എനിക്കും കിട്ടാനായിട്ട്. ഞാൻ പാക്കേജ് എടുത്ത് അതെൻ്റെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തതാണ്. എന്താ വെച്ചാൽ നമുക്ക് അത്ര വലിയ പരിചയം ഇല്ലെങ്കിൽ നമ്മൾ നോർമലിലേക്ക് പോകുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് പാക്കേജിലിട്ട് പോകുന്നതാണ്. നമുക്ക് ആ ഒരു ടെൻഷൻ, ഓരോ ടെസ്റ്റ് നമ്മൾ ഫെയിൽ ആകുന്നതോറും നമ്മൾ 1000 ദിർഹംസിന് മേലെ നമ്മൾ പേ ചെയ്യും വേണം, 8 ക്ലാസ് അഡീഷണൽ എടുക്കും വേണം നമ്മൾ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് 4 സ്റ്റേജസ് ആയിട്ടാണ് മെയിനായിട്ട് നമ്മൾ പോകുന്നത്. ഈ നമ്മളൊരു റിട്ടേൺ ടെസ്റ്റ് വരും, അതായത് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് പാസ്സായാൽ മാത്രമേ നമുക്ക് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ തരും. അത് ഓൺലൈനായിട്ടായിരിക്കും. ഓൺലൈനായിട്ട് നമ്മൾ ഫുള്ള് ലെസൺസ് 8 ലെസൺസ് ഉണ്ടായിരിക്കും. ആ ലെസൺസ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ടെസ്റ്റ്, അവരുടെ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും ആർടിയുടെ. അതിനുശേഷം പിന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇവരുടെ തന്നെ ഒരു ഇന്റേണൽ അസസ്മെൻറ്റ് റോഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് നമ്മൾ പാസ്സാവണം. അത് പാസ്സായതിനു ശേഷം രണ്ടാമതാണ് അവരുടെ പാർക്കിംഗ് ക്ലാസ് ഉണ്ടാവുക. നമുക്ക് ആ പാർക്കിംഗ് ക്ലാസ്സിൽ 8 റോഡും മാത്രമല്ല ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിൽ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പാർക്കിംഗ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് പാർക്കിംഗ് ഉണ്ടായിരിക്കും. അതായത് ആദ്യം ഒരു സ്ലോപ്പിൽ നമ്മൾ നിർത്തിയിട്ട് നമ്മൾ ബാക്കിലോട്ട് പോകാതെ നമ്മൾ സ്ലോപ്പിൽ നിന്ന് നിർത്തിയിട്ട് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് രണ്ടാമതൊരു എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയും. അതായത് നമ്മളൊരു നിശ്ചിത സ്പീഡിൽ, അതായത് ഒരു 25 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ നേരെ മുന്നോട്ട് പോകും. ഒരു സ്പെസിഫിക് ഏരിയ എത്തി കഴിയുമ്പോൾ അവരൊരു ബീപ്പ് സൗണ്ട് വരും. അപ്പോൾ നമ്മൾ എമർജൻസി ബ്രേക്കിംഗ് ചെയ്യും. ഇത് രണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന 3 ടൈപ്പ് പാർക്കിംഗ്, ഒന്ന് പാരലൽ പാർക്കിംഗ് ആണ്, പിന്നെ ഒന്ന് ആംഗിൾ പാർക്കിംഗ്, പിന്നെ ഗാരേജ് പാർക്കിംഗ്. അങ്ങനെ ഇങ്ങനെ 5 എണ്ണം പാസ്സാവണം. ഇത് രണ്ടും, അതായത് ഓൺ റോഡും അതുപോലെ തന്നെ ഈ പാർക്കിങ്ങും നമ്മൾ ഇന്റേണൽ, അതായത് ഈ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതിൽ പാസ്സായാൽ മാത്രമേ അവർ RTയിലേക്ക് നമ്മൾ വിടുള്ളൂ. പാക്കേജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 2, അതായത് ഫസ്റ്റത്തെ ടെസ്റ്റ് തിയറി ടെസ്റ്റ്, അത് കഴിഞ്ഞ് ഇവരുടെ റോഡ് ടെസ്റ്റ്, പിന്നെ പാർക്കിംഗ് ടെസ്റ്റ്. അതിന് ശേഷമാണ് RTയുടെ ടെസ്റ്റ് വരിക. RTയുടെ പാർക്കിംഗ് ടെസ്റ്റാണ് നമ്മൾ ഫസ്റ്റ് പാസ്സാവുന്നത്. അപ്പോൾ അത് നമ്മൾ പാസ്സായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ നോർമലാണെങ്കിൽ RTയുടെ ടെസ്റ്റ് ഓരോന്നും നമ്മൾ ഫെയിൽ ആകുന്നതോറും നമ്മൾ ഇത്ര എമൗണ്ട്, അതായത് 800 സംതിങ്ങും പിന്നെ നമ്മൾ ക്ലാസ്സിൻ്റെ ഫീസും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1000 മേലെ ഓരോ ഫെയിൽ ആകുന്നതോറും ഇപ്പം നമ്മളൊരു 5, അതായത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 5 എണ്ണത്തിൽ ഫസ്റ്റ് ട്രയൽ നമ്മൾ 2 എണ്ണം നമ്മൾ പാസ്സായി എങ്കിൽ നമുക്ക് രണ്ടാമത്തെ ട്രയൽ നമ്മൾ ചെയ്യുമ്പോൾ 2 എണ്ണം നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി 3 എണ്ണം ഏതാണോ ഫെയിലായി അത് മാത്രം നമുക്ക് എടുത്താൽ മതി. ട്രയലിന് ഇൻഷാല്ലാഹ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ലക്കാണ്, പാർക്കിംഗ് കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അതിനുശേഷം പിന്നെ നമ്മൾ നേരിട്ട് പോകുന്നത് RT ടെസ്റ്റാണ്. അതായത് പാർക്കിംഗ് നമ്മൾ ഫൈനലി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരു 2 റോഡിൽ, അതായത് ഹൈവേ റോഡിൽ നമ്മൾ എങ്ങനെ ഓടിക്കണം എന്നുള്ളത് പറഞ്ഞു തരും. അതിനുശേഷം നമ്മൾ ഫൈനൽ റോഡ് ടെസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്യണം. അത് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ റോഡ് ടെസ്റ്റിന് പോവുകയാണ്, നമുക്കൊരു ടെസ്റ്റ് ഡേറ്റ് കിട്ടും. അപ്പോൾ ആ ടെസ്റ്റ് ഡേറ്റ് നമുക്കൊരു 10 ഡേയ്സ്, നമ്മളിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ 14 ഡേയ്സ് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അത്രയും ടൈം നമുക്കൊരു പരിചയം, നമുക്ക് ഗ്യാപ്പ് വരുവാണ്. അപ്പോൾ പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ടെസ്റ്റ് ഇപ്പോൾ ഒരു 20th ഒരു 3 ഡേയ്സ് അല്ലെങ്കിൽ 4 ഡേയ്സ് നമുക്ക് അതിന് മുന്നേ കണ്ടിന്യൂസ് ആയിട്ട് മോർണിംഗ് ഒരു ക്ലാസ് വരും, അതായത് റീഫ്രഷ്മെന്റ് ക്ലാസ് എന്ന് പറയും. അപ്പോൾ നമുക്കൊരു പരിചയമാകും നമുക്ക് എന്തൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ഇൻസ്ട്രക്ടർ നമുക്ക് എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ അവരത് ക്ലിയർ ചെയ്ത് തരും. അതിനുശേഷമേ നമ്മൾ RT ടെസ്റ്റിന് പോകേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നേരെ, അതായത് ഫൈനൽ RT ടെസ്റ്റിന് നമ്മുടെ കൂടെ ഇവരുടെ RT ഓഫീസർ ഉണ്ടായിരിക്കും. RT ഓഫീസർ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളുടെ ഒരു ഫാമിലി മെമ്പറാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അവരെ സുരക്ഷിതമായിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കേണ്ടത്. നമുക്കൊരു അപകടവും നമുക്ക് വണ്ടിക്കൊന്നും പറ്റാണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് നമ്മളാണ്. നമ്മൾ നാളെ റോഡിലോട്ട് ഇറങ്ങേണ്ടതാണ്. റൂൾസ്, അതുപോലെ തന്നെ റെഗുലേഷൻസ്, സേഫ്റ്റി, ഇവർ പറയുന്ന പറഞ്ഞാൽ നമുക്ക് സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനം. ബാക്കി ഇപ്പം നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. സേഫ്റ്റി ആണ് ഏറ്റവും പ്രധാനം നമ്മൾ കൊടുക്കുന്നത് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ. അത് അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അത് നമുക്കും അറിയാം, നമ്മൾ സേഫ്റ്റി പ്രാധാന്യം കൊടുക്കുക, വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പെഡസ്ട്രിയൽ അവർക്കൊക്കെ പ്രാധാന്യം കൊടുക്കുക. പിന്നെ റൂൾസ് കീപ്പ് ചെയ്യുക, സ്പീഡ് കറക്റ്റായിട്ട് പോവുക, അതായത് ഏത് സ്പീഡിലാണ് പോകേണ്ടത് അത് കറക്റ്റ് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ അതൊക്കെ അവർ ഇൻസ്ട്രക്ഷനൊക്കെ അവർ തരും. പിന്നെ നമ്മൾ റോഡ് ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ റോഡ് ടെസ്റ്റ് നമ്മൾ ഫ്രീ മൈൻഡായിട്ട്, അതായത് നമ്മളൊരു ടെൻഷന് കാര്യങ്ങളില്ലാണ്ട് നമ്മൾ നോർമൽ ഫ്രീ മൈൻഡിൽ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതാണ്.
ഫൈനൽ റോഡ് ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ പറയും നമുക്ക് പാസ്സാണോ ഫെയിലാണോ, അപ്പം തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെ പ്രൊസീജിയേഴ്സാണ് ഉള്ളത്. നമുക്ക് ഒരുപാട് സമയമുണ്ട്, നമുക്കിതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഒരു 1 മന്തിനുള്ളിൽ തന്നെ നമുക്കിത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അങ്ങനെ സമയം കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നൈറ്റ് ക്ലാസ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പം മാക്സിമം നമ്മൾ മോർണിംഗ് ടൈമിൽ ക്ലാസ് എടുക്കാം. നമ്മളെന്താ വെച്ചാൽ നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ മോർണിംഗ് ടൈമിലായിരിക്കും, പാർക്കിംഗ് ക്ലാസ്സും എല്ലാം മോർണിംഗ് ടൈമിലായിരിക്കും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ അധികം മടിച്ചിരിക്കാൻ നിൽക്കണ്ട. നമുക്കൊരു ജോലി കിട്ടിയാൽ നമ്മുടെ അടുത്ത ലക്ഷ്യം ഒരു ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. അത് അധികം ലാഗ് ആക്കാണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് പോലെ അങ്ങനെ കേട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഫൈനൽ ടെസ്റ്റിന് മുന്നേറ്റ് നമ്മൾ പേയ്മെൻറ്റ് ക്ലിയർ ചെയ്താൽ മതി എല്ലാവരും. ഇപ്പോൾ പാക്കേജ് എടുക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത ടൈമിൽ ഒരു 8,400 സംതിങ് ആണ് എനിക്ക് വന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ക്ലാസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ ആബ്സെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഫൈനൊക്കെ വരുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു RT ടെസ്റ്റ് നമ്മൾ ആബ്സെൻ്റ് ആവുകയെന്ന് വിചാരിക്കുക, ഓൾമോസ്റ്റ് ഒരു 300 ദിറംസോളം നമുക്ക് ഫൈൻ വരും. അതിപ്പോൾ 1 മിനിറ്റ് ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു 10 മണിക്കാണ് നമുക്ക് എക്സാം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ഒരു അരമണിക്കൂർ മുന്നോട്ട് നമ്മളവിടെ എത്തണം. നമ്മൾ എന്തെങ്കിലും ഡിലേ വരുവാണെങ്കിൽ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഡിലേ വരുവാണെങ്കിൽ ഒരു ആബ്സെൻ്റ് ഇടും, ഒരു എക്സ്ക്യൂസും ഇല്ല അതിന്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. കാര്യങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അത് നമുക്കും നല്ലതാണ്. നമുക്കൊരു പുതിയൊരു ജോലി നമ്മൾ ഒരു കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മുടെ കമ്പനിയിൽ. വേറെ ജോലി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജും കൂടിയാണ്. ഈ ഒരു തിരക്ക് പിടിച്ച് ഇതിൽ നമുക്കൊരു സ്ഥലത്തേക്ക് എത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ എടുത്തിട്ട്. അപ്പോൾ നമുക്കൊരു വണ്ടി, അതായത് കമ്പനിയിൽ നിന്ന് വണ്ടി തരികയാണെങ്കിൽ ഓക്കെ, നമുക്കതിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ എപ്പോഴും ഒരു മുതൽക്കൂട്ടാണ് നമുക്കത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും പെട്ടെന്ന് തന്നെ ശ്രമിക്കുക, അതായത് പെട്ടെന്ന് തന്നെ ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അസ്സലാമു അലൈക്കും.